നമുക്കിന്നൊരു യാത്ര പോയാലോ? സാധാരണ എല്ലാവരും മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ലേ. ഇന്ന് നമുക്ക് ഊട്ടിയിൽ നിന്ന് മസനഗുഡി വരെ പോകാം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി താമസിച്ച ഹോട്ടൽ കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പോകാം. ഊട്ടി നല്ല തണുപ്പാണ് കേട്ടോ. അറൗണ്ട് 15 to 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ടെമ്പറേച്ചർ. അതിരാവിലെ എണീറ്റ് യാത്ര തുടങ്ങണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. തലേദിവസത്തെ യാത്രാക്ഷീണം കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ സമയം 9 മണിയായി. ഒരാളെൻ്റെ നേരെ വരുന്നുണ്ട്. എന്താ വലിപ്പമല്ലേ, പക്ഷെ ആരും ഉപദ്രവിക്കുന്നില്ല കേട്ടോ. ഈ കുതിരകളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരെണ്ണത്തെ കിട്ടിയൊക്കെ ഉള്ളായിരുന്നു. പെട്രോൾ അടിക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ ഊട്ടിയിൽ വന്നപ്പോൾ മസനഗുഡി പോകാൻ സാധിച്ചില്ല. അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അതാണ് സത്യത്തിൽ കാരണം. എന്താ റീസൺ എന്നറിയില്ല. പക്ഷേ ഈ തവണ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പോയി നോക്കാം. രണ്ട് വഴിയും നമുക്ക് മസനഗുഡി പോവാം. ഇവിടെ നേരെയും പോവാം, റൈറ്റ് ടേൺ ചെയ്താൽ വനത്തിനുള്ളിലൂടെയും പോവാം. പക്ഷേ റൈറ്റ് ടേൺ ചെയ്ത് കടത്തിവിടാൻ ചാൻസ് കുറവാണ്. കാരണം TN43 രജിസ്ട്രേഷൻ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. എന്തായാലും ശ്രമിച്ചു നോക്കാം. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് പോയിട്ടുള്ളത് നേരെയാണ്. അന്നും മസനഗുഡി പോകാൻ സാധിച്ചില്ല. എന്താ ഒരു ഭംഗി! ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ ഒരു ഭംഗിയല്ലേ. ആകാശം മുട്ടി നിൽക്കുന്ന കുന്നുകൾ, അതിനോരം ചേർന്ന വീടുകൾ, വയലുകൾ. ഏതൊരു സഞ്ചാരിയെയും സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ. ഓരോ നാടും ഓരോ അനുഭവങ്ങളാണ്. അവിടുത്തെ മനുഷ്യർ, പ്രകൃതി, കാലാവസ്ഥ എല്ലാം വ്യത്യാസമായിരിക്കും. അതുതന്നെയാണ് ഓരോ യാത്രയും സുന്ദരമാക്കുന്നതും. ഇന്ന് ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കില്ല നാളെ ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളായിരിക്കും, ഒപ്പം പുതിയ കാഴ്ചകളും. യാത്രകൾ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയില്ല. എപ്പോഴും കാഴ്ചകളും അറിവുകളും തന്നുകൊണ്ടേയിരിക്കും. ഒരാളെ യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പല ഘടകങ്ങളായിരിക്കാം. അത് എന്തു തന്നെയായിരുന്നാലും യാത്രകൾ എന്നും ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കും.
എന്നെ യാത്രകളെ പ്രണയിക്കാൻ പ്രേരിപ്പിച്ചത് പ്രശസ്തമായൊരു കഥയാണ്. ഒരു യുവാവ് ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ നടത്തിയ യാത്ര. ആ യാത്രയിൽ അവനൊരു വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഒരു മഹാജ്ഞാനിയെ കാണാനിടയായി. ആ ജ്ഞാനിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ജീവിതത്തിൽ സന്തോഷം നേടാനുള്ള രഹസ്യം എന്താണ്? ജ്ഞാനി ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ കരണ്ടിയിൽ 2 തുള്ളി എണ്ണയെടുത്ത് അതിന്മേൽ നിറച്ചു നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ മഹൽ മുഴുവൻ ചുറ്റി നടക്കണം, പക്ഷേ ഈ എണ്ണത്തുള്ളികളൊന്നും താഴെ കളയരുത്. അവൻ ഒരുപാട് ശ്രദ്ധയോടെ നടന്നു, അതിനാൽ കാഴ്ചകളൊന്നും കണ്ടില്ല. അവൻ്റെ മുഴുവൻ ശ്രദ്ധയും എണ്ണത്തുള്ളികളിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ ജ്ഞാനി ചോദിച്ചു, നീ എൻ്റെ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടുവോ? ചുവർച്ചിത്രങ്ങൾ കണ്ടുവോ? ഇല്ല, അവൻ ഉത്തരം നൽകി. ഞാൻ എണ്ണത്തുള്ളികൾ വീഴാതിരിക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ നീ പോകൂ, പക്ഷേ ഈ തവണ നീ എൻ്റെ മഹലും അതിൻ്റെ ഭംഗിയും ആവോളം ആസ്വദിക്കൂ. ഇത്തവണ അവൻ കാഴ്ചകൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിച്ചു. തിരിച്ചു വന്നപ്പോൾ എണ്ണത്തുള്ളികൾ കരണ്ടിയിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ രഹസ്യം ഇതാണ്. ലോകം അത്രമേൽ വിശാലമാണ്. അതിലെ അത്ഭുതങ്ങൾ കാണാൻ പഠിക്കുക. അതോടൊപ്പം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തുള്ള ഓരോ സ്ഥലങ്ങളും അങ്ങനെയാണ്. അത് മനോഹരവും അസാധാരണവും അത്ഭുതം നിറഞ്ഞതുമാണ്. നാം യാത്ര ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത്. പുതിയ സ്ഥലങ്ങൾ, സംസ്കാരങ്ങൾ, മനുഷ്യർ എല്ലാം നമ്മെ പലതും പഠിപ്പിക്കും, മറ്റൊരിടത്തൊന്നും കിട്ടാത്ത വിധം. ഒരുപാട് വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ അധികമൊന്നും കണ്ടില്ല. എന്നാലും ഒട്ടും നിരാശയില്ല. ഈ വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ജീവിതവും യാത്രയും അങ്ങനെയാണ്. ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നെന്ന് വരില്ല. അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിക്കുമ്പോഴാണല്ലോ അതിന് ഭംഗി കൂടുന്നത്. നമ്മൾ ഇനിയും വരും. അന്ന് ഇതിലും മികച്ച കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പറഞ്ഞ പോലെ ജീവിതം ഒരു യാത്രയാണ്. യാത്രകൾ ചെയ്യുക, ആവോളം കാണാൻ, അനുഭവിക്കാൻ, മനസ്സിലാക്കാൻ. അടുത്തൊരു യാത്രയിൽ കണ്ടുമുട്ടുമ്പോഴേക്കും ഗുഡ് ബൈ.